ഹായ് ഗൈസ്, ഇതാണ് പിങ്കി. പിങ്കി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. അവളുടെ അമ്മ വീട്ടുജോലി ചെയ്താണ് അവളെ വളർത്തുന്നത്, അവളെ പഠിപ്പിക്കുന്നത്. അവളൊരു കറുത്ത പെൺകുട്ടിയാണ്. കറുത്തതായതുകൊണ്ട് അവളെ എല്ലാവരും കളിയാക്കാറുണ്ട്. ഇതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. പാവം, സങ്കടപ്പെട്ട് ഒരുപാട് കരയാറുണ്ട് അവൾ. എങ്കിലും അവളുടെ മുഖത്ത് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. മുന്നോട്ടുള്ള ജീവിതം അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും അവൾ നല്ലൊരു നിലയിലെത്തണമെന്നും അവൾക്ക് നല്ല വാശിയുമുണ്ട്. പഠിക്കാനും മിടുക്കിയാണ്. പാവം, ഓർമ്മ വെച്ച കാലം തൊട്ടേ അവൾക്ക് അച്ഛനിൽ നിന്നും ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല. മദ്യപിച്ച് വന്ന് അമ്മയും അവളെയും എല്ലാം തല്ലി ഓടിക്കുന്നതാണ് എപ്പോഴും അവൾക്ക് ഓർമ്മ വരുന്നത്. ഒരുപാട് സങ്കടപ്പെട്ടാണ് അവൾ മുന്നോട്ട് ജീവിക്കുന്നത്. എന്താവുമെന്ന് അവളുടെ ജീവിതം നമുക്ക് നോക്കാം. പിങ്കി മോളെ. എന്താ അമ്മേ? എന്തു പറ്റി മോളെ? നീ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? അമ്മേ, സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ബാഗ്, കൊടയും ഒക്കെ ഉണ്ടമ്മേ. എനിക്ക് മാത്രം ബാഗില്ല. എല്ലാവരും എന്നെ കളിയാക്കുക അമ്മേ. അയ്യോ, എൻ്റെ മോള് വിഷമിക്കല്ലേ. അമ്മ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. എവിടെയെങ്കിലും കുറച്ച് ക്യാഷ് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഞാൻ ബാഗ് വാങ്ങിത്തരാം. നീ ഇപ്പോൾ വിഷമിക്കരുത്, നല്ലതുപോലെ പഠിക്കണം. അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. നീ വലിയൊരു നിലയിലെത്തിയിട്ട് വേണം അമ്മയ്ക്ക് ഒന്ന്. അയ്യോ അമ്മേ, അമ്മ കരയല്ലേ. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു വന്നുള്ളൂ. എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ ഒത്തിരി സങ്കടമാവുന്നു അമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മ കരയരുത്. ഞാൻ ഒരുപാട് നല്ലതുപോലെ പഠിക്കും. അമ്മയുടെ മോള് ഉന്നത വിജയത്തിലെത്തും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷിക്കാം. ഇല്ല മോളെ, ഞാൻ കരയില്ല. മോള് സ്കൂളിൽ പോയിട്ട് വാ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, നീ പോയിട്ട് വാ. പാവ എൻ്റെ കുഞ്ഞ്, ഒത്തിരി സങ്കടപ്പെട്ട അവൾ സ്കൂളിൽ പോകുന്നത്. എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ ദൈവമേ. വേഗം ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അവരെന്നെ വഴക്ക് പറയും. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എവിടെ? അയ്യോ, നിങ്ങളോ? അതെ, എന്നെ കണ്ടിട്ട് നീ എങ്ങോട്ടേക്കാ ഈ ഓടുന്നത്? നീ എന്താടി ഞെട്ടി നിൽക്കുന്നത്? വാടക്കേ. നിങ്ങൾക്ക് എന്താ മനുഷ്യ വേണ്ടത്? എനിക്ക് കുറച്ച് ക്യാഷ് വേണം. നീ വേഗം എനിക്ക് താ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. നിന്റെ മോളെയും ഞാനുണ്ടല്ലോ ഇവിടെ ചവിട്ടി കൂട്ടും ഞാൻ. വേഗം എനിക്ക് ക്യാഷ് തന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. അയ്യോ, എൻ്റെ കയ്യിൽ 5 പൈസ പോലുമില്ല. എൻ്റെ മോക്കൊരു ബാഗ് വേകാൻ പോലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. പിന്നെ ഞാൻ എവിടുന്നാ നിങ്ങൾക്ക് ക്യാഷ് തരാൻ? മതി നിർത്ത് നിന്റെ അഭിനയം. എനിക്ക് വേഗം ക്യാഷ് കിട്ടിയിരിക്കണം, അല്ലെ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അയ്യോ, രക്ഷിക്കണേ. ഇദ്ദേഹം എന്നെ ചവിട്ടി കൊല്ലു എന്നെ. അയ്യോ. നിക്കടി എവിടെ? നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ക്യാഷ് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം. അവിടെ നിൽക്ക. പാത്തു, വേഗം നമുക്ക് സ്കൂളിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ബെല്ലടിക്കും. അതിനു മുമ്പൊക്കെ വേഗം സ്കൂളിലെത്തണം. വേഗം വാ. ഇനി സമയം ഉണ്ട് പിങ്കി, നമുക്ക് മെല്ലെ പോകാം. ഇച്ചി കണ്ടോ എന്റെ ബാഗ് എങ്ങനെയുണ്ട്? എന്റെ ഉപ്പച്ചി കൊണ്ടു തന്നതാ. നല്ല ബാഗല്ലേ? എനിക്ക് ഇഷ്ടായോ ഈ ബാഗ്? ഇഷ്ടായി പാത്തു. നീ നല്ല ഭാഗ്യവതിയാ. നിനക്ക് നല്ല ഉപ്പച്ചിയല്ലേ ഉള്ളത്. എൻ്റെ അച്ഛനെ പോലെ അല്ലല്ലോ. അച്ഛോ, അന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചല്ല ഞാന്. സോറി എടി. വാ, നമുക്ക് പോകാം.